30% അവർ എടുത്തിട്ട്. ഞാൻ സൊമാറ്റോ ക്ലൗഡ് കിച്ചന്റെ വീഡിയോ ഇട്ട ശേഷം ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. അതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് വേണം. എന്നാൽ മാത്രമേ സൊമാറ്റോയിൽ നിങ്ങൾക്ക് ക്ലൗഡ് കിച്ചൺ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൽ ഫസ്റ്റ് ഒരു മന്ത് അവർ നിങ്ങളുടെ സർവീസ് ചാർജസോ ഒന്നും മേടിക്കത്തില്ല. ആഫ്റ്റർ 1 മന്ത് നിങ്ങൾക്ക് കിട്ടുന്ന പേ ഔട്ടിൽ നിന്ന് ഒരു 30% അവർ എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് വേണം റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രോഡക്റ്റിന് ഇടാൻ. അടുത്തത് നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ഫീസ് അതിൽ വരും. 1000 to 2000 അകത്തായിരിക്കും ആ എമൗണ്ട് വരുന്നത്. വൺസ് നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടെ കിച്ചൺ ഓപ്പൺ ആയ ശേഷം നിങ്ങൾ ആഡ് ചെയ്തേക്കുന്ന മെനുവിലെ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം എന്ന് എപ്പോഴും ചെക്ക് ചെയ്യണം. 2 or 3 ടൈംസ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് അവർ ഫ്രീസ് ചെയ്യും. പിന്നെ എക്സ്പ്ലനേഷൻ മെയിൽ അത് ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ വീണ്ടും നിങ്ങൾക്ക് കിച്ചൺ ഓപ്പൺ ചെയ്ത് തരുന്നത്. അതിന് ഒത്തിരി ടൈം എടുക്കും. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന സാധനം നന്നായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. പാക്കിംഗ് ഒക്കെ കൃത്യമായിരിക്കണം. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല സാധനങ്ങളൊക്കെ കൊടുത്ത് നല്ല റേറ്റിംഗ് ഉണ്ടാക്കിയെടുക്കണം. റേറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ വേറൊരു കാര്യം, ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് ഓർഡേഴ്സ് ഒന്നും വരില്ല. നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 5-6 മാസം വല്ലപ്പോഴും ഒക്കെ ആയിരുന്നു ഓർഡർ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് നമുക്ക് റെഗുലർ കസ്റ്റമേഴ്സും ഡെയിലി ഓർഡേഴ്സ് ഒക്കെ ഇപ്പോഴാണ് വന്ന് തുടങ്ങിയത്. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്ത ഉടനെ കുറെ ഓർഡേഴ്സ് ഒന്നും വരുമെന്ന് ആരും പ്രതീക്ഷിക്കും. ചില ആൾക്കാർക്ക് വരുമായിരിക്കും. ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എല്ലാ ബിസിനസ്സിനും അതിന്റേതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ. ഇത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തതെന്ന് ചോദിച്ചവരോട് ഇത് സൊമാറ്റോയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അവർ ഷെയർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങളുടെ DM ലിങ്ക് അയച്ചു. ഓക്കെ, ബൈ.